നമ്മളിപ്പോൾ കാണുന്നത് സെൻറ്റ് ഫിലോമിന ചർച്ചാണ്. സെൻറ്റ് ഫിലോമിന ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2011 ഞങ്ങൾ ഫാമിലിയും കൂട്ടിയിട്ടൊരു ട്രിപ്പ് പോയ കഥയാണ്. നമ്മളിവിടെ എത്തി. ഇതിന് മുന്നേ തന്നെയാണ് നമ്മൾ ഹോട്ടലെടുത്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടലെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാവലിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് കറങ്ങാൻ പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നമ്മളൊരു കളി കളിച്ചു. സെൻറ്റ് ഫിലോമിന ചർച്ച് എന്ന് പറഞ്ഞിട്ട് ആർക്കും ഞങ്ങൾ പറഞ്ഞത് തെറ്റിയിട്ടാണോ അവർക്ക് മനസ്സിലാവാതെയാണോന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. എന്നിട്ട് അതിൽ ഭയങ്കര ഹൈറ്റാണ് പള്ളി. അതിൻ്റെ മേലത്തെ കുരിശ് കണ്ടിട്ടാണ് ഞങ്ങൾ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തതും ആ കുരിശ് കണ്ടിട്ടാണ് ഞങ്ങൾ ട്രാക്ക് ചെയ്ത് വീണ്ടും ഹോട്ടലിലേക്ക് എത്തിയതും. ഈ പള്ളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മൈസൂരിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ഇതിന്റെ ആർക്കിടെക്ചർ മാത്രമല്ല, ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണ്ടെന്ന് വിചാരിക്കുന്നവർ പോലും പ്രാർത്ഥിച്ചു പോകും. അത്രയും സെറീൻ ആൻഡ് കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണുള്ളത്. നമുക്ക് അകത്ത് വിഷ്വൽസോ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ മാത്രമേ സാധിച്ചുള്ളൂ. പക്ഷേ നിങ്ങൾ മൈസൂർ വിസിറ്റ് ചെയ്യാൻ ഒരിക്കലെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്ത ഒരു സ്ഥലമാണ് സെന്റ് ഫിലോമിന ചർച്ച്. ഇവിടെ വന്നിട്ട് ഇത് കാണാതെ പോയാൽ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാതെ പോയാൽ അതൊരു നഷ്ടമായിരിക്കും. അപ്പൊ അടുത്ത തവണ വിസിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും സെന്റ് ഫിലോമിന ചർച്ച് പോവില്ലേ?